പ്രൗഢഗംഭീരമായ അയോധ്യ, രാമഭൂമി, കാലം തെളിയിച്ച സനാതന പ്രഭ. സജ്ജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അയോധ്യയിലെ ഓരോ കാഴ്ചയും ഓരോ സ്പന്ദനവും ഭഗവാൻ ശ്രീരാമൻ്റെ വരവിനായി പ്രകൃതി ഒരുക്കിയ മനോഹരമായ ഒരു മുന്നൊരുക്കമായിരുന്നുവോ? നൂറ്റാണ്ടുകൾ നെഞ്ചിലേറ്റിയ വിശ്വാസം ഇന്ന് അയോധ്യയിൽ ഭക്തി സാന്ദ്രമായ ഒരു യാഥാർത്ഥ്യമായി രൂപം കൊണ്ടിരിക്കുന്നു. അയോധ്യ സ്ഥിതി ചെയ്യുന്നത് സരയൂ നദി തപം ചെയ്യുന്ന തീരങ്ങളെ തലോടി ശാന്തിയുടെ മന്ത്രങ്ങളുമായി ഒഴുകുന്ന ശാലീന സുന്ദരി, ആകാശഗംഗയുടെ ഭൂമിയിലെ മറ്റൊരു പുണ്യരൂപം, രാമപാദങ്ങൾ കഴുകി ഒഴുകുന്ന സരയൂ നദി. രാമഭൂമി, വിശ്വാസം പൂവണിഞ്ഞ സനാതന സത്യം, ഇതിഹാസങ്ങൾ പാടിയൊഴുകുന്ന തീരം. ഈ മോക്ഷവാഹിനിയുടെ തീരത്ത് ഭാരതത്തിൻ്റെ ആത്മീയതയുടെ തിലകക്കുറിയുമായി അയോധ്യ വിരാജിക്കുന്നു. രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിൽ നിന്നും ഏതാണ്ട് 555 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചാൽ വിശ്വാസത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും സംഗമഭൂമിയായ ഈ പുണ്യനഗരത്തിൽ എത്തിച്ചേരാം. പ്രയാഗ്രാജിലെ പുണ്യഭൂമിയിൽ സരയൂ നദിയും ഗംഗയും യമുനയും സംഗമിക്കുന്ന ത്രിവേണി തീരത്ത് അടുത്തയിടെ സമാപിച്ച 2025 മഹാകുംഭമേള ലോകം കണ്ട ഏറ്റവും വലിയ ആത്മീയ സംഗമങ്ങളിൽ ഒന്നായിരുന്നു. ഭാരതത്തിൻ്റെ ആത്മാവ് തുടിക്കുന്ന പ്രയാഗരാജിലെ മണൽത്തരികളിൽ 144 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അത്യപൂർവമായ മഹാകുംഭമേള ഒരു യുഗപ്പിറവി പോലെയാണ് അരങ്ങേറിയത്. കുംഭമേളയെക്കുറിച്ച് പലർക്കും അറിയാത്ത അത്യപൂർവമായ കൗതുകകരമായ ചില വിവരങ്ങൾ ഇവിടെ പങ്കുവയ്ക്കാം. അതിലൊന്നാണ് അദൃശ്യയായ സരസ്വതിയുടെ സാന്നിധ്യം. പ്രയാഗ്രാജിലെ കുംഭമേള നടക്കുന്നത് ത്രിവേണി സംഗമത്തിലാണ്. ഗംഗയും യമുനയും ദൃശ്യമാണെങ്കിലും മൂന്നാമത്തെ നദിയായ സരസ്വതി അവിടെ അദൃശ്യമായി അന്തർവാഹിനിയായി ഒഴുകുന്നു എന്നാണ് വിശ്വാസം. ഈ 3 നദികളുടെ സംഗമ സ്ഥാനത്ത് സ്നാനം ചെയ്യുന്നത് ജന്മജന്മാന്തര പാപങ്ങൾ മോചിപ്പിക്കുമെന്ന് സനാതനധർമ്മം നമ്മെ പഠിപ്പിക്കുന്നു. 2. നാഗസാധുക്കളുടെ പെട്ടെന്നുള്ള വരവ്. കുംഭമേളയിലെ ഏറ്റവും ആകർഷകമായത് നാഗസാധുക്കളാണ്. എന്നാൽ ഇവർ മേള തുടങ്ങുന്നതുവരെ എവിടെയായിരുന്നു എന്നത് ഇന്നും ഒരു നിഗൂഢതയാണത്രേ. ഹിമാലയത്തിലെ ഗുഹകളിലും മഞ്ഞുമലകളിലും കഠിന തപസ്സിൽ ഏർപ്പെടുന്ന ഇവർ കുംഭമേളയുടെ സമയത്ത് മാത്രം പുറത്തു വരികയും മേള കഴിഞ്ഞാലുടൻ അദൃശ്യരാകുകയും ചെയ്യുന്നുവെന്ന്. നക്ഷത്രങ്ങളുടെ ഗതി നിശ്ചയിക്കുന്ന മേളയാണ് കുംഭമേള. മറ്റേതൊരു ആഘോഷത്തെയും പോലെയല്ല കുംഭമേളയുടെ സമയം നിശ്ചയിക്കുന്നത്. വ്യാഴം, അതായത് ജൂപ്പിറ്റർ, സൂര്യൻ, ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും പ്രത്യേക സ്ഥാനമനുസരിച്ചാണ് കുംഭമേളയുടെ തീയതികൾ കുറിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ 12 വർഷം കൂടുമ്പോഴും ഇത് കൃത്യമായി സംഭവിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സമാധാനപരമായ ജനസംഗമം എന്ന നിലയിൽ കുംഭമേളയെ യുനെസ്കോ, ഐക്യരാഷ്ട്രസഭയുടെ വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന അംഗീകരിച്ചിട്ടുണ്ട്. ആയുധങ്ങളില്ലാതെ, തർക്കങ്ങളില്ലാതെ ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഒരേ ലക്ഷ്യത്തിനായി ഒത്തുചേരുന്നത് ലോകത്തിന് തന്നെ ഒരു വിസ്മയമാണെന്ന് നിങ്ങൾക്കറിയാമോ? ബഹിരാകാശത്തു നിന്നും നോക്കിയാൽ കാണാൻ കഴിയുന്ന ഭൂമിയിലെ ഏക മനുഷ്യ സംഗമം കുംഭമേളയാണ്. ഭക്തിയുടെ മഹാസംഗമം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ഒഴുകിയെത്തിയ കോടിക്കണക്കിന് തീർത്ഥാടകർ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ഒരു പുതിയ ഭൂഖണ്ഡം തന്നെ അവിടെ തീർത്തു. സന്യാസിമാരും നാഗസാധുക്കളും ഭക്തരും ഒത്തുചേർന്നപ്പോൾ പ്രയാഗരാജ് ഒരു പുണ്യഭൂമിയായി മാറി. ത്രിവേണിയിലെ പുണ്യസ്നാനം. ഗംഗയും യമുനയും അന്തർവാഹിനിയായ സരസ്വതിയും ഒത്തുചേരുന്ന ത്രിവേണി സംഗമത്തിൽ ഒന്ന് മുങ്ങി നിവരുന്നത് കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് ജന്മാന്തരങ്ങളിലെ പാപക്കറകൾ കഴുകിക്കളഞ്ഞ് മോക്ഷം തേടുന്ന ഒരു ആത്മീയ യാത്രയായിരുന്നു. കാഴ്ചകളുടെ വസന്തം. രാത്രികാലങ്ങളിൽ ആയിരക്കണക്കിന് ദീപങ്ങൾ സരയൂ ഗംഗാ തീരങ്ങളെ സ്വർണ്ണപ്രഭയിൽ അണിയിച്ചൊരുക്കി.
വായുവിൽ മുഴങ്ങുന്ന മന്ത്രധ്വനികളും ഭജനകളും ഓരോ മനസ്സിനെയും ശാന്തിയുടെ ലോകത്തേക്ക് കൈപിടിച്ചു കൂട്ടിക്കൊണ്ടുവന്നു. ആധുനികതയും പാരമ്പര്യവും. പുരാതനമായ ആചാരങ്ങൾക്കൊപ്പം ഡ്രോൺ ഷോകളും ഡിജിറ്റൽ സംവിധാനങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് പാരമ്പര്യത്തെ ആധുനിക സാങ്കേതിക വിദ്യയുമായി കോർത്തിണക്കിയ അതിവിസ്മയമായിരുന്നു നമ്മുടെ മഹാകുംഭമേള. കുംഭമേള എന്നത് കേവലം ഒരു മതപരമായ ചടങ്ങ് മാത്രമല്ല, അത് സനാതനധർമ്മത്തിൻ്റെ കാലാതീതമായ പ്രഭാവവും മനുഷ്യവർഗത്തിൻ്റെ ആത്മീയ ഐക്യത്തിൻ്റെ അചഞ്ചലമായ വിശ്വാസവും വിളംബരം ചെയ്യുന്ന ഒരു മഹാസംഗമമായിരുന്നു. ഹിന്ദു സംസ്കാരത്തിൻ്റെ പവിത്രതയും ആത്മീയ ഔന്നത്യവും ഒത്തുചേരുന്ന ആ പുണ്യനിമിഷങ്ങൾ ഭക്തിയുടെയും സംസ്കാരത്തിൻ്റെയും ലയനമായി ഓരോ ഭക്തൻ്റെയും ഹൃദയത്തിൽ ഒരു നിത്യസ്മാരകമായി അവശേഷിക്കുന്നു. കാലത്തിൻ്റെ ഇടനാഴികളിലൂടെ പ്രതിധ്വനിക്കുന്ന ചരിത്രമുള്ള ഒരു നഗരം. പുരാണങ്ങളിലും ചരിത്രങ്ങളിലും കുതിർന്ന അയോധ്യ തീർത്ഥാടകരെയും ചരിത്രകാരന്മാരെയും വിനോദസഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്ന മതപരവും സാംസ്കാരികവുമായ പ്രാധാന്യമുള്ള ഒരു കേന്ദ്ര ബിന്ദുവാണ്. അയോധ്യയുടെ വേരുകൾ ഹിന്ദു പുരാണങ്ങളിൽ, പ്രത്യേകിച്ച് ഇതിഹാസമായ രാമായണത്തിൽ ആഴത്തിൽ ഇഴുകിച്ചേർന്നതാണ്. ഹൈന്ദവ ഗ്രന്ഥങ്ങൾ അനുസരിച്ച് പുരാതന കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനവും മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരവുമായ ശ്രീരാമൻ്റെ ജന്മസ്ഥലമായിരുന്നു അയോധ്യ. രാമൻ്റെ പിതാവായ ദശരഥ രാജാവാണ് ഈ നഗരം ഭരിച്ചിരുന്നത്. ത്രേതായുഗവുമായുള്ള ബന്ധം. ഹിന്ദു വിശ്വാസമനുസരിച്ച് 4 യുഗങ്ങളുടെ ചക്രത്തിലെ 2ാം യുഗമായ ത്രേതായുഗം മുതൽ അയോധ്യ നിലനിന്നിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. പുരാതന യുഗങ്ങളുമായുള്ള ഈ ബന്ധം നഗരത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. രാമക്ഷേത്രം മാത്രമല്ല, അയോധ്യയിൽ ഹനുമാൻ ഗർഹി എന്ന ക്ഷേത്രം കൂടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഹനുമാൻ ഭക്തരുടെ ആരാധനാലയവും അയോധ്യയുടെ വിശാല ദൃശ്യങ്ങൾ ദൃശ്യമാകുന്ന സഞ്ചാര കേന്ദ്രവും കൂടിയാണ്. ത്രേത എന്ന സംസ്കൃത വാക്കിന് 3 എന്നാണ് അർത്ഥം. പ്രധാനമായും 2 കാരണങ്ങളിലാണ് ഈ ത്രേതായുഗം എന്ന പേരു ലഭിച്ചത്. ഈ യുഗത്തിലാണ് മഹാവിഷ്ണുവിൻ്റെ പ്രധാനപ്പെട്ട 3 അവതാരങ്ങൾ. വാമനൻ മഹാബലിയുടെ അഹങ്കാരം തീർത്ത് പാതാളത്തിലേക്ക് അനുഗ്രഹിച്ചയച്ച ഒരു അവതാരം. പരശുരാമൻ അധർമ്മികളായ ക്ഷത്രിയ രാജാക്കന്മാരെ നിഗ്രഹിച്ചു. ശ്രീരാമൻ രാവണനെ വധിച്ച് ധർമ്മം സ്ഥാപിച്ചു. രാമായണം നടന്ന കാലം. ചുരുക്കത്തിൽ ധർമ്മത്തിന് നേരിയ തളർച്ച സംഭവിക്കാൻ തുടങ്ങിയെങ്കിലും മര്യാദാപുരുഷോത്തമനായ ശ്രീരാമൻ്റെ ഭരണത്തിലൂടെ രാമരാജ്യം ലോകം വലിയ പുരോഗതി കൈവരിച്ച കാലഘട്ടമാണ് ത്രേതായുഗം. സീതയുടെ അടുക്കള എന്ന് വിവർത്തനം ചെയ്യപ്പെടുന്ന നഗരത്തിനുള്ളിലെ ഈ സ്ഥലം സീതാദേവി അയോധ്യയിൽ താമസിച്ചിരുന്ന സമയത്ത് ഭക്ഷണം പാകം ചെയ്ത സ്ഥലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിൻ്റെ പ്രതീകാത്മകമായി ഒരു അടുക്കളയും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. തീർത്ഥാടകർ അവരുടെ മതപരമായ യാത്രയുടെ ഭാഗമായി ഇത് സന്ദർശിക്കുക പതിവാണത്രേ. ആയിരക്കണക്കിന് മൺവിളക്കുകൾ കൊണ്ട് നഗരത്തെ പ്രകാശപൂരിതമാക്കുന്ന വാർഷിക ഉത്സവമായ ദീപോത്സവത്തിന് പേരുകേട്ടതാണ് അയോധ്യ. ഈ മനോഹരമായ ആഘോഷം ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നു. പുരാണ കഥകളും സാംസ്കാരിക പരിണാമവും മതപരമായ പ്രാധാന്യവും കൊണ്ട് നെയ്തെടുത്തതാണ് അയോധ്യയുടെ ചരിത്രം. തീർത്ഥാടകരും വിനോദസഞ്ചാരികളും അയോധ്യയിലേക്ക് ഒഴുകുമ്പോൾ ഈ നഗരം വിശ്വാസത്തിൻ്റെ സ്ഥായിയായ ചൈതന്യത്തിൻ്റെ ജീവനുള്ള സാക്ഷിയായി നിലകൊള്ളുന്നു. പവിത്രമായ ഗംഗാതടത്തിന് വടക്ക് സരയൂ നദിയുടെ പുണ്യജലത്താൽ തഴുകപ്പെട്ട് ഒരു പച്ച മരതകം പോലെ കോസല രാജ്യം പരന്നുകിടക്കുന്നു. ആ രാജ്യത്തിൻ്റെ ഹൃദയഭാഗത്ത് കാലത്തെപ്പോലും വെല്ലുവിളിക്കുന്ന പ്രഭയോടെ ഒരു പുരാതന രത്നം പോലെ അയോധ്യ വിലസിച്ചു നിന്നു. നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും പ്രതാപമേറിയ നഗരങ്ങളെപ്പോലും കവച്ചു വയ്ക്കുന്ന ഐശ്വര്യമായിരുന്നു അയോധ്യയിലെ ഓരോ വീഥികൾക്കും. ദശരഥ മഹാരാജാവിൻ്റെ സൗമ്യവും എന്നാൽ ദൃഢവുമായ ഭരണത്തിൽ കീഴിൽ ജനങ്ങൾ സദ്ഗുണത്തിലും പരമമായ സംതൃപ്തിയിലും അവിടെ വസിച്ചു പോന്നു. ജാഗ്രതയുള്ള സൈന്യത്തിൻ്റെ കാവലിലും ജ്ഞാനികളായ മന്ത്രിമാരുടെ മാർഗനിർദ്ദേശത്താലും ആ നഗരം സുരക്ഷിതമായിരുന്നു. അതിൻ്റെ പേരിന് അനുസൃതമായി അജയ്യമായി നിലകൊണ്ടു. അയോധ്യ എന്ന വാക്കിൻ്റെ അർത്ഥം അജയ്യമായ സ്ഥലം എന്നാണ്.
ഇനി അയോധ്യ എന്ന കൊട്ടാരത്തിൻ്റെ മഹത്വത്തെപ്പറ്റി പറയാം. ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരം വർണ്ണനാതീതമായ ഒരു അദ്ഭുത കാഴ്ചയായിരുന്നു. വെണ്ണക്കല്ലിൻ്റെ വെണ്മയിൽ പണിതീർത്ത ആ മന്ദിരത്തിൽ പതിപ്പിച്ച നവരത്നങ്ങൾ നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങി നിന്നു. ആകാശത്തിൻ്റെ നീലിമയെ ചുംബിച്ചു നിൽക്കുന്ന ഉത്തുംഗമമായ സുവർണ ഗോപുരങ്ങൾ അയോധ്യയുടെ പ്രതാപം വിളിച്ചോതി. ചടുലമായി നൃത്തം ചെയ്യുന്ന പൂക്കൾ നിറഞ്ഞ വിശാലമായ അങ്കണങ്ങൾ ആ കൊട്ടാരത്തിന് ഒരു മാന്ത്രിക പരിവേഷം തന്നെ നൽകി. അയോധ്യയുടെ അന്തരീക്ഷമാകെ സംഗീത സാന്ദ്രമായിരുന്നു. മനോഹരമായ ഈണങ്ങൾ പാടി വാനിലുയരുന്ന കിളിക്കൂട്ടങ്ങൾ നഗരത്തിൻ്റെ സമാധാനത്തെ വാഴ്ത്തിപ്പാടി. സൂര്യപ്രകാശത്തിൻ്റെ സ്വർണ്ണ കിരണങ്ങളേറ്റ് സ്ഫടികം പോലെ സുതാര്യമായ ജലധാരകൾ അയോധ്യയിലെ വീഥികളിൽ ജ്വലിച്ചു നിന്നു. ആ ഓരോ ജലത്തുള്ളികളിലും പ്രതിഫലിച്ചിരുന്നത് ആ നഗരത്തിൻ്റെ വിസ്മയിപ്പിക്കുന്ന പ്രതാപവും ഐശ്വര്യവുമായിരുന്നു. പ്രകൃതിയും പ്രതാപവും ഒരുപോലെ മനോഹരമായി സമ്മേളിച്ച ആ കാഴ്ചകൾ അയോധ്യയുടെ പ്രൗഢി വിളിച്ചോതിക്കൊണ്ട് വിലസിച്ചു നിന്നു. കൊട്ടാരത്തിൻ്റെ വിശാലമായ ഇടനാഴികളിലൂടെ പരിചാരകന്മാരും തോഴിമാരും ദ്രുതഗതിയിൽ നീങ്ങുമ്പോൾ അവരുടെ പട്ടുവസ്ത്രങ്ങൾ തമ്മിൽ ഉരസുന്ന മൃദുവായ മർമ്മരവും പാദസ്വരങ്ങളിൽ നിന്നൊഴുകുന്ന മധുരമായ കിലുക്കവും ആ അന്തരീക്ഷത്തെ സംഗീത സാന്ദ്രമാക്കി. ഓരോ ചുവരിലും ഐശ്വര്യത്തിൻ്റെ പ്രഭ പടർന്നു നിന്നു. മന്ദമാരുതൻ്റെ ഓരോ ചലനത്തിലും സുഗന്ധ പുഷ്പങ്ങളുടെ ലഹരി പിടിപ്പിക്കുന്ന ഗന്ധം അലിഞ്ഞു ചേർന്നിരുന്നു. കൊട്ടാരത്തിൻ്റെ ഓരോ കോണിലും പ്രജകളുടെ സന്തോഷം നിറഞ്ഞ മന്ദഹാസങ്ങൾ അലതല്ലി. പ്രതാപം കൊണ്ടും ആനന്ദം കൊണ്ടും അയോധ്യയിലെ ആ രാജമന്ദിരം ഭൂമിയിൽ വന്നിറങ്ങിയ ഒരു ഇന്ദ്രപുരി തന്നെയായി അവിടെ വിലസിച്ചു നിന്നു. കൊട്ടാരത്തിൻ്റെ കലയും വാസ്തുവിദ്യയും. കൊട്ടാരത്തിൻ്റെ ചുവരുകൾ കേവലം കരുത്തുറ്റ ശിലകളായിരുന്നില്ല, മറിച്ച് കലയാൽ ജീവൻ തുടിക്കുന്ന ശില്പകാവ്യങ്ങളായിരുന്നു. ചുവരുകളിലെ സങ്കീർണമായ കൊത്തുപണികൾ ദേവന്മാരുടെ ലീലകളെയും പൂർവ്വപിതാക്കന്മാരായ വീരനായകരുടെ ധീരമായ യുദ്ധഗാഥകളെയും വായനക്കാരില്ലാത്ത പുസ്തകം പോലെ വിളിച്ചു പറഞ്ഞു. കൊട്ടാരത്തിൻ്റെ ഗംഭീരമായ സഭാമണ്ഡപത്തിൽ തനിത്തങ്കത്തിൽ തീർത്ത രാജകീയ സിംഹാസനം സ്വർണപ്രഭയോടെ വിലസിച്ചു നിന്നു. വിലപിടിപ്പുള്ള രത്നങ്ങൾ പതിപ്പിച്ച ആ സിംഹാസനത്തിലിരുന്നാണ് ദശരഥ മഹാരാജാവ് വിവേകപൂർവ്വം ഭരണം നടത്തിയത്. തൻ്റെ ജനങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും കരുണയോടെ കേൾക്കുകയും അയോധ്യയുടെ ശാന്തിക്കും സമൃദ്ധിക്കും വേണ്ടിയുള്ള നീതിപൂർവമായ തീരുമാനങ്ങൾ അദ്ദേഹം കൈക്കൊള്ളുകയും ചെയ്തു. ആ സിംഹാസനം കേവലം അധികാരത്തിൻ്റെയല്ല, മറിച്ച് ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും കേന്ദ്രമായിരുന്നു. ദശരഥ മഹാരാജാവിന് 3 രാജ്ഞിമാരുണ്ടായിരുന്നു. ഓരോരുത്തരും പരസ്പരം തുല്യരും കുലീനരും ദയാലുക്കളുമായിരുന്നു. മൂത്തവളായ രാജ്ഞി കൗസല്യ സൗമ്യയും ജ്ഞാനിയുമായിരുന്നു. ചുറ്റുമുള്ള എല്ലാവരെയും പ്രചോദിപ്പിക്കുന്ന ശാന്തമായ പുഞ്ചിരിയോടെ രാജ്ഞി കൈകേയി ശക്തിയും ഉത്സാഹഭരിതയും ധൈര്യവും ബുദ്ധിശക്തിയും നിറഞ്ഞവളായിരുന്നു. എപ്പോഴും രാജ്യത്തിൻ്റെ ക്ഷേമത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. ഇളയവളായ രാജ്ഞി സുമിത്ര ശാന്തയും ചിന്താശേഷിയുള്ളവളും ദയാലുവുമായിരുന്നു. അവർ ഒരുമിച്ച് രാജകൊട്ടാരത്തിന് ഐക്യവും സ്നേഹവും കൃപയും കൊണ്ടുവന്നു. രാജാവിൻ്റെ എല്ലാ കർത്തവ്യങ്ങളിലും അദ്ദേഹത്തെ പിന്തുണച്ചു. ഇത്രയും മനോഹരമായ ഒരു കൊട്ടാരവും സ്നേഹനിധികളായ രാജ്ഞിമാരും ഉണ്ടായിരുന്നിട്ടും ദശരഥ മഹാരാജാവിന് അഗാധമായ ഒരു ദുഃഖമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളില്ലായിരുന്നു. തൻ്റെ കുടുംബത്തിന് സന്തോഷം നൽകുന്നതും രാജ്യത്തിൻ്റെ ഭാവി ഉറപ്പാക്കുന്നതുമായ പുത്രന്മാരെ ലഭിക്കാൻ അദ്ദേഹത്തിൻ്റെ ഹൃദയം ആഗ്രഹിച്ചു. രാജാവ് വളരെയധികം ദുഃഖിതനായി ചിന്തയിൽ മുഴുകി കൊട്ടാരം നിറയാൻ കൊച്ചു രാജകുമാരന്മാരുടെ ചിരി ആഗ്രഹിച്ചുകൊണ്ട് ശാന്തമായ ഉദ്യാനങ്ങളിലൂടെ പലപ്പോഴും ഏകനായി നടക്കുമായിരുന്നു അത്രേ. ദുഃഖം എന്നത് ഒഴിവാക്കാനാവാത്ത ഒരു മഹാസത്യമായി എല്ലാവരെയും ഒരുപോലെ സ്പർശിക്കുന്നു. അത് ആരെയും മാറ്റി നിർത്താറില്ല. ജീവിതപാതയിൽ കൂടെ നടക്കുന്നു. അധികാരത്തിൻ്റെ ഉന്നതിയിലിരിക്കുന്ന സമ്പന്നനെന്നോ ഒന്നുമില്ലാത്ത ദരിദ്രനെന്നോ അറിവിൻ്റെ നിറകുടമായ പണ്ഡിതനെന്നോ അക്ഷരമറിയാത്ത പാമരനെന്നോ ഭേദമില്ലാതെ ദുഃഖം എല്ലാവരിലേക്കും ഒരുപോലെ കടന്നു ചെല്ലുന്നു.
കോസല രാജ്യത്തിൻ്റെ പ്രതാപത്തിന് നടുവിലും വംശം നിലനിർത്താൻ ഒരു പുത്രനില്ലല്ലോ എന്ന നിശബ്ദ നൊമ്പരം ആ രാജഹൃദയത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു. സൂര്യൻ പടിഞ്ഞാറെ ചക്രവാളത്തിൽ ചായുറങ്ങാൻ ഒരുങ്ങുന്ന ഒരു സന്ധ്യാസമയം അയോധ്യയുടെ മണ്ണിലേക്ക് തേജസ്വിയായ ഋഷ്യശൃംഗൻ എന്ന മുനി ആഗതനായി. ശാന്തമായ ജലാശയത്തിന് മുകളിലൂടെ ഒഴുകുന്ന കുളിർ കാറ്റുപോലെ സമാധാനപൂർണമായിരുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം. എന്തെന്നാൽ ലൗകികമായ ഒരു ചപലതകളും സ്പർശിക്കാത്ത കൊടുങ്കാറ്റിൻ്റെ നിശബ്ദതയിൽ ഋഷിമാരുടെ ഇടയിൽ വളർന്ന ആ തേജസ്വിയുടെ കണ്ണുകളിൽ അഗാധമായ ജ്ഞാനം നിഴലിച്ചു നിന്നു. ആ കണ്ണുകൾക്ക് വനത്തിൻ്റെ പ്രശാന്തതയെപ്പോലും പിടിച്ചു നിർത്താനുള്ള വശ്യശക്തി ഉണ്ടായിരുന്നു. ബാഹ്യലോകത്തിൻ്റെ കോലാഹലങ്ങളാൽ മലിനമാക്കപ്പെടാത്ത ആ വിശുദ്ധ ആത്മാവിൻ്റെ വരവ് അയോധ്യയിൽ ഒരു പുതിയ പ്രത്യാശയായി പ്രഭ ചൊരിഞ്ഞു. രാജാവിൻ്റെ ഉള്ളിലൊരുകുന്ന നിശബ്ദ ദുഃഖം തിരിച്ചറിഞ്ഞ ആദരണീയനായ രാജഗുരു വസിഷ്ഠ മഹർഷി സൗമ്യമായും എന്നാൽ ദൃഢമായും ഇപ്രകാരം അരുളി ചെയ്തു: അല്ലയോ രാജാവേ, വിധി നിങ്ങൾക്കായി ഒരു വാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ അത് എന്നേക്കുമായി പൂട്ടിയിട്ടില്ല. അചഞ്ചലമായ ശുദ്ധി കൊണ്ടും കഠിനമായ തപസ് കൊണ്ടും ആ വാതിൽ തുറക്കാൻ കഴിയുന്ന ഒരു പുണ്യാത്മാവ് ഈ ഭൂമിയിലുണ്ട്. ദൈവികമായ ആ വാക്കുകൾ ദശരഥ മഹാരാജാവിൻ്റെ ഹൃദയത്തിൽ പുതിയൊരു പ്രത്യാശയുടെ കിരണമായി മിന്നിത്തിളങ്ങി തുടങ്ങി. അടഞ്ഞുകിടക്കുന്ന വിധി ഭാഗ്യം തുറക്കാൻ ഋഷ്യശൃംഗമുനിയുടെ സഹായം തേടണമെന്ന മഹത്തായ ആലോചനയ്ക്ക് അവിടെ തുടക്കമായി. അങ്ങനെ വസിഷ്ഠ മഹർഷിയുടെ വാക്കുകളിൽ നിന്ന് ആത്മവിശ്വാസം ഉൾക്കൊണ്ട് ദശരഥ മഹാരാജാവ് ഋഷ്യശൃംഗമുനിയെ സരയൂ നദിക്കരയിൽ വിശുദ്ധമായ യാഗശാലയിലേക്ക് ആനയിച്ച് അവിടെ ഒരു യാഗത്തിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. മന്ത്രോച്ചാരണങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷം ഭക്തി സാന്ദ്രമായിരുന്നു. അങ്ങനെ പുത്രകാമേഷ്ടി യാഗത്തിന് തുടക്കമിട്ടു. ശുദ്ധമായ നെയ്യും ഔഷധക്കൂട്ടുകളും അഗ്നിയിൽ അർപ്പിക്കപ്പെടുമ്പോൾ ഉയർന്നു വന്ന പുകപടലങ്ങൾ ആകാശത്തേക്ക് ഒരു വെളുത്ത മേഘം പോലെ പടർന്നു കയറി. പ്രപഞ്ചശക്തികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ആരംഭിച്ച ആ പുത്രകാമേഷ്ടി യാഗം അയോധ്യയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായത്തിന് അടിത്തറയിട്ടു. രാജാവിൻ്റെ ഹൃദയത്തിലെ കാർമേഘങ്ങൾ മാറി അവിടെ വിശ്വാസത്തിൻ്റെ സൂര്യപ്രകാശം നിറഞ്ഞു നിന്നു. യജ്ഞത്തിൻ്റെ ജ്വാലകൾ ഒരു സ്വർണ്ണ സർപ്പത്തെ പോലെ നൃത്തം ചെയ്യുമ്പോൾ അയോധ്യ ഒരു വിശുദ്ധ നിശബ്ദതയിൽ തൂങ്ങിക്കിടക്കുന്നത് പോലെ കാണപ്പെട്ടു. ആകാശം സ്വർഗീയ പ്രകാശത്താൽ തിളങ്ങി നിന്നു. നഗരത്തിലെ കല്ലുകൾ പോലും പ്രതീക്ഷയോടെ മൂളുന്നതായി തോന്നി. താമസിയാതെ ആ ഒരു ദിവ്യ പായസം അടങ്ങിയ മാന്ത്രിക പാത്രം അദ്ദേഹത്തിന് സമ്മാനമായി ലഭിച്ചു. രാജാവ് ദശരഥൻ രാജ്ഞിമാരിൽ മുതിർന്നവളായ കൗസല്യയെ സമീപിച്ചു. വിനയത്തോടും സ്നേഹത്തോടും കൂടി അവരുടെ മുൻപിൽ വണങ്ങി ഭക്തിയോടെ വിറയ്ക്കുന്ന കൈകളോട് ദിവ്യമായ ആ പായസം സമർപ്പിച്ചു. പിന്നീട് കൗസല്യയും കൈകേയും ചേർന്ന് അവരുടെ ഭാഗം പകുതി സുമിത്രയ്ക്ക് നൽകി. ഓരോ രാജ്ഞിക്കും പായസം സ്വർഗത്തിൽ നിന്നുള്ള ഒരു സമ്മാനം പോലെ കാണപ്പെട്ടു. വിധിയുടെ ആദൃശ്യകരത്താൽ അവരുടെ ഹൃദയങ്ങൾ സ്പർശിക്കപ്പെട്ടു. ദശരഥ രാജാവ് പ്രത്യാശ നിറഞ്ഞ ഹൃദയത്തോടെ നിലകൊണ്ട് 3 യജ്ഞകേന്ദ്രങ്ങളായ രാജ്ഞിമാർ കൗസല്യ, കൈകേയി, സുമിത്ര പവിത്രമായ പൊന്നൊഴുകുന്ന പായസം കഴിക്കുന്നതിനെ നിരീക്ഷിച്ചു. കാലത്തിൻ്റെ സുവർണമായ മാസങ്ങൾ ക്രമത്തിൽ കടന്നുപോയി. പ്രതീക്ഷയും സന്തോഷവും നിറഞ്ഞ നിമിഷങ്ങൾ ഒഴുകിക്കഴിഞ്ഞു. ദൈർഘ്യമേറിയ പ്രതീക്ഷയോട് കാത്തിരുന്ന ആ ദിവസം വന്നെത്തി. രാജ്ഞിമാരും എല്ലാവരും കുഞ്ഞുങ്ങളുടെ ജനനത്തിനായി കാത്തിരുന്നു. ഇന്ന് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവാൻ നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.